ഹലോ സ്റ്റുഡൻസ്, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 2 പോയിന്റ്സ് എടുത്തിട്ട് ഡെറിവേറ്റീവ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല പഠിച്ചു. ഇവിടെ നമ്മൾ അതിൻ്റെ ജനറൽ കേസ് n+1 പോയിന്റ്സ് ആണ് വരുന്നതെങ്കിൽ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ സ്റ്റാർട്ടിങ്ങിൽ പറയുന്നത് മുഴുവൻ 3 പോയിന്റ് ഫോർമുലാസ് ആണ് നമുക്ക് ഈ സെക്ഷനിൽ പഠിക്കാനുള്ളത് കേട്ടോ. അപ്പോൾ 3 പോയിന്റ് എൻഡ് പോയിന്റ് ഫോർമുലയും 3 പോയിന്റ് മിഡ് പോയിന്റ് ഫോർമുലയും. അപ്പോൾ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറയുന്നത് മുഴുവൻ ആ ഫോർമുല എങ്ങനെ ഡിറൈവ് ചെയ്യും എന്നുള്ളതാണ്. നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ആ ഡെറിവേഷൻ അത്രയൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല, അതിൻ്റെ പ്രോബ്ലംസ് ആണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് കേൾക്കുക, നോട്ട് എഴുതുക. ഈ ഭാഗങ്ങളൊന്നും അങ്ങനെ ബൈഹാർട്ട് പഠിക്കണം എന്നൊന്നുമില്ല, കാരണം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പോൾ ബൈഹാർട്ടൊന്നും പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ അവസാനം അതിൻ്റെ ഫോർമുല മാത്രം ബൈഹാർട്ട് പഠിക്കുക, അതിൻ്റെ പ്രോബ്ലം ചെയ്യാനായിട്ട് പഠിക്കുക. ഓക്കെ, എന്നിരുന്നാലും ഞാൻ പറയുമ്പോൾ ഞാൻ തിയറി കംപ്ലീറ്റ് പറഞ്ഞു പോകുന്നുണ്ട്. നിങ്ങൾ ആ ലാസ്റ്റുള്ള ഫോർമുല ബൈഹാർട്ട് ചെയ്താലും മതിയാവും. അത് എളുപ്പമാണ് ആ ഫോർമുല കേട്ടോ. അപ്പോൾ ഇത് കണ്ട് ഞാൻ മുമ്പേ പറയുന്നു, ഇതിൻ്റെ തിയറി കണ്ട് നിങ്ങൾ പേടിക്കേണ്ട അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണെന്ന് വിചാരിക്കേണ്ട. ജസ്റ്റ് അതിൻ്റെ തിയറി പറഞ്ഞു പോകുന്നതെന്നുള്ളൂ. അവസാനം ആ ഫോർമുല പഠിച്ചാൽ മതി, അതുപോലെ തന്നെ അതിൻ്റെ പ്രോബ്ലംസും പഠിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് n+1 പോയിന്റ്സ് ഉണ്ട്. f belongs to Cn+1 of I, അതായത് n+1 കണ്ടിന്യൂസ് ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ് ഇതിൻ്റെ മീനിങ്. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് സിഗ്മ k = 0 to n f of xk lk of xk ഇതാണ് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ കണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. lk of xk എന്നൊക്കെ പറയുന്നത് ലഗ്രാഞ്ച് പോളിനോമിയലും അതിൻ്റെ കോഎഫിഷ്യൻ്റ് ഒക്കെയാണ്. ഇനി ഈ എക്സ്പ്രഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. ഞാനും ഓടിച്ചെന്നെ പറഞ്ഞു പോകുന്നുള്ളൂ കേട്ടോ. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നോക്കി ഇതാ ഈ ടേംസ് ആണ് കിട്ടുക. അതിൽ തന്നെ ഈ ടേം വരുമ്പോൾ ഏതെങ്കിലും എക്സിൻ്റെ വാല്യൂ ഏതെങ്കിലും xj ഈക്വൽ ആവുമ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ടേം 0 ആവുകയും അതുവഴി ഈ മൂന്നാമത്തെ ടേം മൊത്തത്തിൽ 0 ആയി പോവുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ വീണ്ടും നമുക്ക് അപ്പോൾ f' ഓഫ് xjയുടെ ഫോർമുല അതാ ഈ ആദ്യത്തെ രണ്ട് ടേം വരുന്ന രീതിയിൽ ഇങ്ങനെ കിട്ടുന്നു. അതിൽ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ പ്രൊഡക്റ്റിൻ്റെ ടേംസിലേക്ക് ഫോർമുല മാറുന്നത്. അപ്പോൾ ജസ്റ്റ് ഒരു എക്സിൽ ഇവാലുവേറ്റ് ചെയ്യാതെ ഇവിടെ നമ്മൾ xjയിൽ ഇവാലുവേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എവിടെയൊക്കെ എക്സ് ഉണ്ടായിരുന്നു അവിടെയൊക്കെ നമ്മൾ xj എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് ഈ ഫോമിലേക്ക് പ്രൊഡക്റ്റിൻ്റെ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. പ്രൊഡക്റ്റ് k = 0 to n xj - xk വേർ k ≠ j. kയും jയും ഈക്വൽ ആവാൻ പാടില്ല. ബാക്കി എല്ലാ ടേംസുമാണ് ഈ പ്രൊഡക്റ്റിൽ ബാക്കിയുള്ള എല്ലാ ടേംസുമാണ് ഈ പ്രൊഡക്റ്റിൽ വരുന്നത്. ഇതിനെയാണ് n+1 പോയിന്റ് ഫോർമുല ടു അപ്രോക്സിമേറ്റ് f' ഓഫ് xj എന്ന് പറയുന്നത്. n+1 പോയിന്റ് ഫോർമുല ടു അപ്രോക്സിമേറ്റ് f' ഓഫ് xj എന്ന് പറയുന്നത് ഇതിനെയാണ്. ഈ ഫോർമുല ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചോട്ടോ. ഈ ഫോർമുല മാത്രമായിട്ട് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചോളൂ. ഇത് ചിലപ്പോൾ നമുക്ക് ആവശ്യം വരും. ഓക്കെ, ഇനി ഇപ്പം നമ്മൾ n+1 പോയിന്റ് ഉള്ള കേസാണ് പറഞ്ഞത്. അപ്പോൾ എത്രയധികം പോയിന്റ്സ് യൂസ് ചെയ്യുന്നോ അത്രയധികം അക്യുറസി കൂടുന്നതാണ് പറയുന്നത്. നമ്മൾ ഈ ഡെറിവേറ്റീവ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എത്ര അധികം പോയിന്റ്സ് യൂസ് ചെയ്യുന്നോ അത്ര അധികം അതിൻ്റെ അക്യുറസി കൂടിക്കൂടി വരും. അപ്പോൾ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യാറ് ഒന്നില്ലെങ്കിൽ 3 പോയിന്റ് അല്ലെങ്കിൽ 5 പോയിന്റ് ഇവാലുവേഷൻ പോയിന്റ്സ് ആണ്. ഒന്നില്ലെങ്കിൽ 3 പോയിന്റ്സ് അല്ലെങ്കിൽ 5 പോയിന്റ്സ്. അതിൽ 5 പോയിന്റ്സ് നമുക്ക് നമ്മുടെ സിലബസിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആകെ 3 പോയിന്റ് ഫോർമുലാസ് മാത്രമേ പഠിക്കാനായിട്ട് ഉള്ളൂ. അപ്പോൾ അപ്പോൾ നമ്മുടെ ജനറൽ ഫോർമുല n+1 പോയിന്റിൻ്റെ ഫോർമുലയാണ് നമ്മൾ പറഞ്ഞത്. അതിലിനി 3 വരുന്ന രീതിയിൽ k = 0 to n അല്ലേ. അപ്പോൾ k = 0, 1, 2 അങ്ങനെ ആകുമ്പോഴല്ലേ 3 പോയിന്റ്സ് 3 പോയിന്റ്സ് വരിക. അത് വരുന്ന രീതിയിൽ നമ്മൾ ആ ഫോർമുലേനെ ഫസ്റ്റ് പറഞ്ഞ ആ n+1 പോയിന്റ് ഫോർമുലേനെ മാറ്റി എഴുതുകയാണ് ഇനിയുള്ള ഡെറിവേഷനിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം L0 of x 3 പോയിന്റ് അല്ലേ ഉള്ളൂ നമ്മുടെ കയ്യിൽ, x0, x1, x2. അപ്പോൾ ആ രീതിയിൽ L0 of x കണ്ടുപിടിച്ച് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ഡെറിവേറ്റീവിനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തതാണ് കേട്ടോ ഇത്. കറസ്പോണ്ടിങ്ങിൽ L1' of x അതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചിട്ടുണ്ട്. L2' of x അതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് ആവശ്യം വരും. എന്നിട്ട് ആ n+1 പോയിന്റ് ഫോർമുലയിൽ നമ്മൾ ഇതായിരുന്നു n+1 പോയിന്റ് ഫോർമുല. അതിനകത്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ n = 3 ആകുന്ന കേസിൽ സിഗ്മ k = 0 to 2 f of xk lk' of xj plus f3 of theta of xj by 3 ഫാക്ടോറിയൽ. പ്രൊഡക്റ്റ് ഈ പൈ എന്നുള്ളത് പ്രൊഡക്റ്റാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. k = 0 to 2 k ≠ j xj - xk എന്നാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓരോന്നിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് f' ഓഫ് xjയിൽ. അപ്പോൾ L0' കൊടുത്തു, L1' കൊടുത്തു, L2' കൊടുത്തു. ദെൻ ഇതിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇങ്ങനെ നമുക്കൊരു ഫോർമുല കിട്ടി. ഓക്കെ,
ഇനി നമുക്കതിൻ്റെ കറസ്പോണ്ടിങ് 3 പോയിന്റ് ഫോർമുലാസ് എടുക്കാം. എപ്പോഴും നമുക്ക് ഇത് യൂസ്ഫുൾ ആവുന്നത് ഈ പോയിന്റ്സുകൾ തമ്മിൽ എന്തെങ്കിലും ഒരു ഈക്വലി സ്പേസ്ഡ് ആണെങ്കിലാണ് എപ്പോഴും നമുക്കത് യൂസ്ഫുൾ ആവുക, ഈ ഫോർമുല യൂസ്ഫുൾ ആവുക. അപ്പോൾ നമ്മൾ ഈക്വലി സ്പേസ്ഡ് ആയിട്ടുള്ള പോയിന്റ്സിനാണ് നമ്മൾ ഡെറിവേറ്റീവ് കാൽക്കുലേറ്റ് ചെയ്യുന്ന 3 പോയിന്റ് ഫോർമുലയും അതുപോലെ 3 പോയിന്റ് മിഡ് പോയിന്റ് ഫോർമുലയും 3 പോയിന്റ് എൻഡ് പോയിന്റ് ഫോർമുലയും പറയാനായിട്ട് പോണത്. അപ്പോൾ ഇവിടുത്തെ റിലേഷൻ x0 ആണ് ഒരു പോയിന്റ്, x1 എന്ന് പറഞ്ഞാൽ x0 പ്ലസ് h ആണ്, x2 എന്ന് പറഞ്ഞാൽ x0 പ്ലസ് 2h ആണ്. അപ്പോൾ xj എന്ന് പറഞ്ഞാൽ x0 ആണ്, x1 എന്ന് പറഞ്ഞാൽ x0 പ്ലസ് x ആണ്, x2 എന്ന് പറഞ്ഞാൽ x0 പ്ലസ് 2h ആണ്. നമ്മുടെ ഇക്വേഷൻ നമ്പർ 2ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട് എങ്കിൽ നമുക്ക് f ഡാഷ് ഓഫ് x0 ആദ്യം കണ്ടുപിടിക്കാം. അപ്പോൾ അതിൽ വാല്യൂസ്, ഈ പറഞ്ഞ വാല്യൂസ് ജസ്റ്റ് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഇവാലുവേറ്റ് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഓരോന്നിൻ്റെ അതാതിൻ്റെ പ്ലേസിൽ xjയുടെ പ്ലേസിൽ x0 കൊടുക്കുക, x1ൻ്റെ പ്ലേസിൽ x0 പ്ലസ് h കൊടുക്കുക, x2ൻ്റെ പ്ലേസിൽ x0 പ്ലസ് 2h കൊടുക്കുക. ആ രീതിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ f ഡാഷ് ഓഫ് x0 നമുക്ക് ഇങ്ങനെ കിട്ടും, 1/h ഇൻറ്റു -3/2 f ഓഫ് x0 പ്ലസ് 2 ഇൻറ്റു f ഓഫ് x1 മൈനസ് 1/2 f ഓഫ് x2 പ്ലസ് h²/3 f3 ഓഫ് സീറ്റ നോട്ട് കിട്ടും. ഇനി അതുപോലെ xj ഈക്വൽ ടു x1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ f ഡാഷ് ഓഫ് x1 is equal to 1/h ഇൻറ്റു മൈനസ് 1/2 f ഓഫ് x0 പ്ലസ് 1/2 f ഓഫ് x2 മൈനസ് h²/6 f3 ഓഫ് സീറ്റ 1 കിട്ടും. ഓക്കെ, അതുപോലെ xj ഈക്വൽ ടു x2 കൊടുത്തു കഴിഞ്ഞാൽ ഒക്കെ ഇക്വേഷൻ നമ്പർ 2ലാണ് കേട്ടോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. f ഡാഷ് ഓഫ് x2 is equal to 1/, ആ കാൽക്കുലേഷൻ ഒന്നും ഞാൻ പറയുന്നില്ല, അതൊന്നും വലിയ ഇമ്പോർട്ടൻ്റ് അല്ലാത്തതുകൊണ്ടാണ് ഞാൻ ആ ഫോർമുലാസ് മാത്രം ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഉത്തരം നിങ്ങൾക്ക് കിട്ടും. 1/h ഇൻറ്റു ഹാഫ് ഇൻറ്റു f ഓഫ് x0 മൈനസ് 2 ഇൻറ്റു f ഓഫ് x1 പ്ലസ് 3/2 ഇൻറ്റു f ഓഫ് x2 പ്ലസ് h³ ഇൻറ്റു f3 ഓഫ് സീറ്റ 2 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഈ ഫോർമുലയിൽ ഇനി x1 x2ന് പകരം x1 ഈക്വൽ ടു x0 പ്ലസ് h എന്നും x2 ഈക്വൽ ടു x0 പ്ലസ് 2h എന്നും മാറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഫോർമുല ഈ ഫോർമുലാണ് കിട്ടുക. എവിടെയൊക്കെ x ഉണ്ടോ അവിടെ x1 ഉണ്ടോ അവിടെയൊക്കെ x0 പ്ലസ് h എന്നും എവിടെയൊക്കെ x2 ഉണ്ടോ അവിടെയൊക്കെ x0 പ്ലസ് 2h എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫോർമുല ഈ ഒരു ഫോർമുലയ്ക്കായിട്ട് മാറും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എല്ലാത്തിനെയും x0ൻ്റെ ടേംസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് ഫോർമുല ഓക്കെയാണ്, അത് f ഡാഷ് ഓഫ് x0 എന്നുള്ളത് തരുന്ന ഫോർമുലയാണ്. അടുത്ത ഫോർമുലയിൽ x0 പ്ലസ് hന് പകരം f ഡാഷ് ഓഫ് x0 എന്നാക്കി മാറ്റാൻ പോവാണ്. അപ്പോൾ സെക്കൻഡ് ഫോർമുലയിൽ x0 പ്ലസ് hന് പകരം x0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ x0 ഈക്വൽ ടു x0 മൈനസ് h എന്ന് എഴുതേണ്ടി വരും അല്ലേ. ഇതിൽ നിന്ന് h കുറവായിരിക്കും, x0 പ്ലസ് 2h എന്ന് പറഞ്ഞാൽ x0 പ്ലസ് h വരുള്ളൂ. ഇതിനെയാണ് നമ്മൾ x0 എന്ന് വിളിക്കണമെങ്കിൽ നമ്മുടെ ഫോർമുലയിലുള്ള x0ന് പകരം നമ്മൾ x0 മൈനസ് hും x0 പ്ലസ് 2hന് പകരം x0 പ്ലസ് hും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വരും. അതുപോലെ തേർഡ് ഫോർമുലയിൽ x0 പ്ലസ് 2hന് പകരം നമ്മൾ ഇതിനെ x0 എന്ന് വിളിക്കാൻ പോവാണ്. അപ്പോൾ x0 പ്ലസ് 2hന് പകരം x0 എഴുതേണ്ടി വരും, x0 പ്ലസ് hന് പകരം x0 മൈനസ് h എന്ന് എഴുതേണ്ടി വരും, x0ന് പകരം x0 മൈനസ് 2h എന്ന് എഴുതേണ്ടി വരും. അപ്പോൾ ആ രീതിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എല്ലാം x0ൻ്റെ ടേംസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ ആ രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് f ഡാഷ് ഓഫ് x0 is equal to ഇതാണ് വരുന്ന ഫോർമുല, 1/2h ഇൻറ്റു ദിസ് വൺ ഫോർമുല വായിച്ച് നോക്കാം കേട്ടോ. അടുത്തത് f ഡാഷ് ഓഫ് x0 ഇൻറ്റു ഇതാണ് ഫോർമുല വരുന്നത്, f ഡാഷ് ഓഫ് x0 ഈക്വൽ ടു കേട്ടോ. അടുത്തത് f ഡാഷ് ഓഫ് x0 is equal to ഇതാണ് ഫോർമുല വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളത് വായിച്ചു നോക്കിയാൽ മതി. ഇങ്ങനെയാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം ഇതാണ്, hന് പകരം മൈനസ് h എന്ന് റീപ്ലേസ് ചെയ്യും. hന് പകരം മൈനസ് h എന്ന് റീപ്ലേസ് ചെയ്യും. hന് പകരം ഇപ്പോൾ നമുക്ക് 3 ഫോർമുലയുണ്ട്. അപ്പോൾ hന് പകരം മൈനസ് h എന്ന് റീപ്ലേസ് ചെയ്താൽ ഇതിൽ ഫസ്റ്റ് ഫോർമുലയും തേർഡ് ഫോർമുലയും സെയിം ആയിട്ട് കിട്ടും. ഫസ്റ്റ് ഫോർമുലയും തേർഡ് ഫോർമുലയും സെയിം ആയിട്ട് കിട്ടും. സെക്കൻഡ് ഫോർമുല ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കും. അപ്പോൾ ഫസ്റ്റ് ഫോർമുലയിലും തേർഡ് ഫോർമുലയും സെയിം ആയിട്ട് കിട്ടുമെന്ന് പറഞ്ഞില്ലേ, ആ ഫസ്റ്റ് ആൻഡ് തേർഡ് ഫോർമുലേനെയാണ് നമ്മൾ 3 പോയിന്റ് എൻഡ് പോയിന്റ് ഫോർമുല എന്ന് പറയുന്നത്. 3 പോയിന്റ് എൻഡ് പോയിന്റ് ഫോർമുല ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ഫോർമുല നന്നായിട്ട് പഠിക്കാം. അപ്പോൾ ആ രീതിയിൽ നമ്മൾ hന് പകരം മൈനസ് h സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ 3 പോയിന്റ് എൻഡ് പോയിന്റ് ഫോർമുല വരുന്നത്. ഫോർമുല നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. ഇതാണ് നമുക്ക് പ്രോബ്ലം ചെയ്യാൻ ആവശ്യമുള്ള ഫോർമുലയാണ്. 3 പോയിന്റ് എൻഡ് പോയിന്റ് ഫോർമുല 1/2h ഇൻറ്റു മൈനസ് 3 ഇൻറ്റു f ഓഫ് x0 പ്ലസ് 4 ഇൻറ്റു f ഓഫ് x0 പ്ലസ് h മൈനസ് f ഓഫ് x0 പ്ലസ് 2h പ്ലസ് h² 2 ഇൻറ്റു f3
F3 of theta naught. F3 means third derivative, അല്ലേ? F3 of theta naught, where theta naught lies between x naught and x naught plus 2h. പഠിച്ചു വയ്ക്കേണ്ടത് theta naught lies between x naught and x naught plus 2h. ഓക്കെ, ഇനി അതുപോലെ സെക്കൻഡ് ഫോമുല ഞാൻ പറഞ്ഞ പോലെ സെക്കൻഡ് ഫോമുല ഡിഫറെൻ്റ് ആയിട്ട് തന്നെ നിൽക്കും. ഫസ്റ്റും തേർഡും കൂടിയാണ് കോയിൻസൈഡ് ചെയ്യുക. സെക്കൻഡ് ഫോമുല ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കും. ദ സെക്കൻഡ് വൺ ഈസ് കോൾഡ് 3-point midpoint formula. 3-point midpoint formula. അപ്പോൾ ഇതാണ് നമുക്ക് പ്രോബ്ലം ചെയ്യാൻ ആവശ്യമുള്ള ഫോമുല. ഇത് നന്നായിട്ട് പഠിച്ചു വയ്ക്കാം. f dash of x naught is equal to 1/2h into f of x naught plus h minus f of x naught minus h minus h square by 6 into f3 of theta 1. f3 of theta 1, where theta 1 lies between x naught minus h and x naught plus h. Theta 1 lies between x naught minus h and x naught plus h. രണ്ടിലും കൂടിയുള്ള എററിനെയാണ് നമ്മൾ ഓർഡർ ഓഫ് എച്ച് സ്ക്വയർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു നൊട്ടേഷനാണ് കേട്ടോ, ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. അപ്പോൾ ഈ രണ്ട് ഫോർമുലയാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനായിട്ട് ഉള്ളത്. ഇനി നമുക്കതിൻ്റെ പ്രോബ്ലംസ് ചെയ്യാം നെക്സ്റ്റ് ക്ലാസ്സിൽ. ഓക്കെ, ഇതിൻ്റെ മുമ്പിൽ പറഞ്ഞതിൻ്റെ തിയറി ജസ്റ്റ് ഒന്ന് വായിച്ചു പോയാൽ മതി. നോട്ട് എഴുതുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചോ, എന്നിട്ട് ഈ ഫോർമുല ഹൈലൈറ്റ് ചെയ്തിട്ട് പഠിക്കാം. ഓക്കെ.